ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ കാലത്ത് സംസ്ഥാനത്തുണ്ടായത് 3070 കൊലപാതകങ്ങൾ. ഇക്കാലയളവിലെ കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് 476 പ്രതികൾ. 78 പേർ അറസ്റ്റിലാകാനുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ നിയമസഭാ മറുപടി. കൊലക്കേസ് പ്രതികൾക്ക് നൽകിയിട്ടുള്ളത് നിയമാനുസൃത ആനുകൂല്യങ്ങൾ മാത്രമെന്നും മുഖ്യമന്ത്രി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു പറയൂ. രോഹിണി, കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 3070 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകിയിട്ടുള്ളത്. നിയമസഭയിൽ AP അനിൽകുമാർ MLA ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ രേഖാമൂലം മറുപടി നൽകിയിട്ടുള്ളത്. 3070 കൊലപാതകങ്ങളിൽ 476 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 78 പേര് ഇനിയും അറസ്റ്റിലാകാനുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2016 മെയ് മുതൽ ഈ മാസം 16 വരെയുള്ള കണക്കുകളാണ് മുഖ്യമന്ത്രി സഭയിൽ വെച്ചത്. ഇതിൽ 52 കൊലപാതക കേസുകൾ ലഹരി ഉപയോഗം മൂലമുണ്ടായതാണ്. ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടലിൽ 18 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 78 പേർ ഇനിയും പിടിയിലാകാനുണ്ട്. ജില്ലകളുടെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ് കൊലപാതകം നടന്നിട്ടുള്ളത്. സിറ്റി, റൂറൽ ജില്ലകളിലായി 418 പേരാണ് അത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. എറണാകുളത്ത് 349 പേരും കൊല്ലത്ത് 338 പേരും തൃശ്ശൂരിൽ 315 പേരും ഇക്കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അക്രമങ്ങൾക്കിരയായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് പ്രസ്തുത കാലയളവിൽ ഇത്തരത്തിലുള്ള പ്രതികൾക്ക് ശിക്ഷ ഇളവുകൾ നൽകിയിട്ടുണ്ടോ എന്ന MLA ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇങ്ങനെയാണ് മറുപടി നൽകുന്നത്. പ്രസ്തുത കാലയളവിൽ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ആരെയും വിടുതൽ ചെയ്തിട്ടില്ലെന്നും ചട്ടങ്ങൾ അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളതെന്നുമാണ് മുഖ്യമന്ത്രി സഭയിൽ മറുപടി നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, സമീപകാലത്ത് 1000 ദിവസത്തിലേറെ പരോളുകൾ അനുവദിച്ചുകൊണ്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതാണ്. കൊലയാളികൾക്ക് എങ്ങനെയാണ് ഈ TP ചന്ദ്രശേഖരൻ ഉൾപ്പെടെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കൊക്കെ 1000-ലധികം ആനുകൂല്യങ്ങൾ നൽകിയെന്ന വാർത്ത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറുപടി മുഖ്യമന്ത്രി ഇതേ നിയമസഭയിലാണ് നൽകിയത്. അതേ നിയമസഭയിലാണ് മുഖ്യമന്ത്രി പറയുന്നത് നിയമാനുസൃതമായിട്ടുള്ള ഇളവുകൾ മാത്രമാണ് ഈ പ്രതികൾക്ക് നൽകിയിട്ടുള്ളതെന്ന് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മറ്റ് ചോദ്യങ്ങൾക്കൊക്കെ ഇതേ ഉത്തരം തന്നെയാണ് നൽകിയിട്ടുള്ളത്. കൊലക്കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും ഇതേ മറുപടി തന്നെയാണ് നൽകുന്നത്. ഈ നിയമാനുസൃതമായിട്ടുള്ള ഇളവുകൾ മാത്രമേ ശിക്ഷാവിധികളായിട്ട് അല്ലെങ്കിൽ ശിക്ഷാവിധികളിൽ കഴിയുന്നവർക്ക് നൽകിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളൊന്നും നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇടപെടലുകളൊന്നും നടത്തിക്കൊണ്ട് ആർക്കും ആനുകൂല്യം നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും കാലയളവിൽ 3070 കൊലപാതകങ്ങൾ ഈ 1-2 പിണറായി ഭരണകാലത്ത് സംഭവിച്ചിട്ടുണ്ട്. രോഹിണി. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.